എല്ലാവർക്കും എക്സാം ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. +1 അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്കുകളാണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ്ങും അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ മീനിങ് ഓഫ് അക്കൗണ്ടിങ് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒറിജിൻ ചെയ്ത ടൈം തൊട്ട് ഇറ്റ് വാസ് എ മിയർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, അതായത് ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമായിരുന്നു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സ്കോപ്പ് വൈഡർ ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റെക്കോർഡിംഗ് മാത്രമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, എന്നാൽ അതിനെക്കാട്ടിലും വൈഡർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും, അതായത് അതിൻ്റെ എല്ലാ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ആയിട്ടാണ് അക്കൗണ്ടിങ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഒരു 1941 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transaction and events which are in part at least of financial character and interpreting the result thereof. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ്. ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആർട്ട് ഫോം എന്നുള്ളത് നമുക്കറിയാം. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടായിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നീട് ഓരോ വേർഡ്സ് ആയിട്ട് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും പ്രോപ്പറായിട്ട് ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. അത് വെറുതെ റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, ആ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് നേച്ചേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ബേസിസിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക, ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. അതിനുശേഷം ഈ ക്ലാസിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്യുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു. ആൻഡ് സമ്മറൈസ് ചെയ്യുന്നതിനൊരു പ്രോപ്പർ ഫോമാറ്റ് ഉണ്ടായിരിക്കും. ആ ഫോമാറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സമ്മറൈസ് ചെയ്യുക. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മോണിറ്ററി ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതായത് മോണിറ്ററി ടേംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂമറിക്കൽ ടേംസിൽ അല്ലെങ്കിൽ മണി ഫോമിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബിസിനസ് ട്രാൻസാക്ഷനെ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ മാത്രമായിരിക്കും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുക. ആൻഡ് റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്തതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വേണം. അതായത് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ആ സമ്മറൈസ് ചെയ്തതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഈ പ്രോസസ്സുകളാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇക്കണോമിക് ഇവൻ്റ്. എന്താണ് ഇക്കണോമിക് ഇവൻ്റ് എന്ന് പറയുന്നത്? An economic event is known as happening of consequences to a business organization which consist of transaction and which are measurable in monetary terms. നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മോണിറ്ററി ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോൺ മോണിറ്ററി ആയിട്ടുള്ള ക്യാഷ് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രാൻസാക്ഷനെയും നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നില്ല. സോ എക്കണോമിക് ഇവൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ കുറച്ച് ടേമുകൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മൾ പ്രോസസ്സായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ഐഡന്റിഫിക്കേഷൻ ആണ്. ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ്. അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഒക്കർ ചെയ്യുന്നുണ്ടാവാം. അതിൽ എന്ത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം, അതായത് നമ്മൾ പറഞ്ഞു ന്യൂമറിക് ട്രാൻസാക്ഷൻ, ന്യൂമറിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്ത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. സെക്കൻഡ് വൺ മെഷർ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു ന്യൂമറിക് ടേം എന്ന് പറഞ്ഞു, അല്ലെ ന്യൂമറിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നേച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവന്റ് ആയിരിക്കണം. ആൻഡ് ഇത് ഐഡന്റിഫൈ ആൻഡ് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ പ്രോപ്പർ അക്കൗണ്ടിങ് ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യുന്നു. ആ ബുക്കിനെ നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ നമ്മൾ ജേർണൽ എന്ന് പറയും. അപ്പോൾ ആ ബുക്കിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ട്രാൻസാക്ഷൻസിനെ, ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിൽ സിമിലർ നേച്ചറുള്ള, ഒരുപോലെ ഒരേ നേച്ചറിലുള്ള പല ട്രാൻസാക്ഷൻസ് പല ഡേയ്സിലായിട്ട് ഒക്കർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരേ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ നമ്മൾ ലെഡ്ജർ എന്നും അത് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്നും പറയും. അപ്പം നമ്മൾ ആ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് ഓരോ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സമ്മറൈസിങ് ആണ്. അതായത് നമ്മൾ ജേർണലിലും ലെഡ്ജറിലും റെക്കോർഡ് ചെയ്ത ഈ ട്രാൻസാക്ഷൻസിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കുകളെ നമ്മൾ പറയുന്നത് ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഇതിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഈ ബുക്കുകളിലേക്ക് നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിനെയും സമ്മറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അത് ഓണേഴ്സ് ആവാം, മാനേജേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ, അങ്ങനെ പല ആൾക്കാരുണ്ട്. നമ്മൾ അവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ ഇത് അറിയിക്കുക, അല്ലെങ്കിൽ ആ റിസൾട്ട് എന്താണെന്നുള്ളത് അവരെ ഇൻഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അത് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ലാസ്റ്റ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത റിസൾട്ട് അവരെ അറിയിക്കണം, അതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുക. അപ്പം ദ ഇന്റർപ്രറ്റഡ് ഡേറ്റ ടു ദ വേരിയസ് യൂസേഴ്സ് സച്ച് ആസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ് എക്സെട്ര. നമ്മൾ ഈ ഇന്റർപ്രറ്റ് ചെയ്ത റിസൾട്ടിനെ ഇവരെ നമ്മൾ അറിയിക്കുന്നു, അതാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പം നമ്മൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഐഡന്റിഫൈങ്, മെഷറിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ദെൻ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും പ്രോസസ്സുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യകാലത്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ മീനിങ്, അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പല ആക്ടിവിറ്റീസിനെ ഇന്റർലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. That means it is a definite process of interlinked activities that begins with the identification of transaction and end with the preparation of financial statement. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിന്നാണെങ്കിൽ അത് എൻഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. ആൻഡ് എവറി സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ജനറേറ്റ് ഇൻഫർമേഷൻ. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഓരോ യൂസേഴ്സിനും ആവശ്യമായിട്ടുള്ളതാണ്. So it is a means to facilitate the dissemination of information among different user group, and such information enable the interested parties to take appropriate decisions. ഈ ബിസിനസ്സിൽ നിൽക്കുന്ന ഓണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഈ ഓരോ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനും ഈ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഈ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഓണർ ആണെന്നുണ്ടെങ്കിൽ ഓണറിന് ആ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട്
മുന്നോട്ടുള്ള ഡിസിഷൻസ്, ഒരു മെഷീനറി വാങ്ങണം അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സസിനെ കൂടുതൽ റിക്രൂട്ട് ചെയ്യണം, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓണർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത്. സോ therefore dissemination of information is an essential function of accounting. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണത്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. സോ ആ ഇൻഫർമേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ബിസിനസ്സിനെ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ്. So to be useful, the accounting information should ensure to. അപ്പോൾ യൂസ്ഫുൾ ആകണമെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം. So to provide information for making economic decisions, serve the users who rely on financial statement as their principal source of information, and provide information useful for predicting and evaluating the amount, timing and uncertainty of potential cash flows, providing information for judging management's ability to utilize resources effectively in meeting goals, provide factual and interpretive information by disclosing underlying assumptions on matters subjects to interpretation, evaluation, prediction or estimation, and provide information on activities affecting the society. ഇതൊക്കെയാണ് മെയിനായിട്ടും നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ബേസിസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒരു 5 minutes ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിനി വരുന്ന ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ട്രാൻസാക്ഷൻ. എന്ത് ട്രാൻസാക്ഷൻ, എന്ത് കൈൻഡ്സ് ഓഫ് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിൽ വന്നിരുന്നതാണ്. എന്താണ്? ഇക്കണോമിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. സോ ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഈസ് ബേസ്ഡ് ഓൺ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, internal users are dash of the business entity. internal users എന്ന് പറയുമ്പം ആരാണ്? മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ്. So third question, a dash would most likely use an entity's financial report to determine whether or not the business entity is eligible for a loan. മെയിൻ ആയിട്ടും ആരാണ് ബിസിനസ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഒരു ക്രെഡിറ്റർ ആണ് അല്ലേ? ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, the internet has assisted in decreasing the dash in issuing financial report to users. എന്താണ് വരുന്നത്? Okay, so fourth one ന്റെ ആൻസർ വരുന്നത് the time gap. Then fifth one, dash users are groups outside the business entity who uses the information to make decisions about the business entity. എന്താണ് ആൻസർ വരുന്നത്? external users ആണ് ആൻസർ വരുന്നത്. Then next question, information is said to be relevant if it is dash. relevant ആകണമെങ്കിൽ എന്ത് വേണം? ഫ്രീ ഫ്രം ബയസ് ആയിരിക്കണം. ബയസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കരുത്, ഫ്രീ ആയിട്ട് ബയസിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. The next question, the process of accounting start with dash and ends with dash. എന്താണ് വരിക? The process of accounting start with identifying the transaction and ends with communicating the information. നമ്മൾ പ്രോസസ്സ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞതാണ്. Next question, accounting measures the business transaction in terms of dash units. എന്ത് type of units ആണ്? Monetary അല്ലേ? The last question, identified and measured economic event should be recording in dash order, chronological order. അപ്പോൾ ഈ ആൻസേഴ്സ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വന്ന മാർക്സ് എന്താണെന്നുള്ളത് കമൻറ്റിലൊന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിനായിട്ടും നമുക്ക് 4 കാര്യങ്ങളാണ് പറയുന്നത്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. ഫസ്റ്റ് പോയിന്റ്, റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം, റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലയബിൾ.
സെക്കൻഡ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിലവൻസ് ആണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത്, അതായത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള സമയത്ത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. Information must be available in time, must help in predicting and feedback and must influence the decisions of users. അവർക്ക് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള സമയത്ത് റിലവൻറ്റ് ടൈമിൽ ഈ ഇൻഫർമേഷൻ അവൈലബിൾ ആവുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി ആണ്. അതായത് ഡിസിഷൻ മേക്കേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് അവരോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റിയിൽ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കമ്പയറബിലിറ്റി ആണ്. അതായത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റൊരു ബിസിനസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൺ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഓൺ എൻറ്റിറ്റിയെ തന്നെ ഡിഫറെൻറ്റ് പീരീഡിലായിരിക്കാം. നമുക്കങ്ങനെ കമ്പയർ ചെയ്ത് എത്രമാത്രം ഗ്രോത്ത് ബിസിനസ്സിനുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഇംപ്രൂവ് ചെയ്യാൻ ഒരു ബിസിനസ്സിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഈ 4 കാര്യങ്ങളുള്ള ഒരു ഇൻഫർമേഷനെ മാത്രമേ നമുക്ക് പ്രോപ്പർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഉണ്ടാവണം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്